ചെയ്യുന്ന ഒരു റിലേഷൻ ആയിരുന്നു ഇത്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഒരു ചീറ്റിങ് അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ നിങ്ങളറിയാതെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ആ ഒരു പേഴ്സൺ ഒളിപ്പിച്ചിട്ടുണ്ട്. അതിന് രണ്ടിനെയും കൂടെ, അതായത് നിങ്ങളെയും ആ ഒരു കള്ളത്തരത്തിനെയും ഒക്കെ കൂടെ ആ ഒരു പേഴ്സൺ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് എന്തോ കാര്യം, അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ ആവത്തില്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളറിയാതെ എന്തെങ്കിലും ഒരു കാര്യം അയാൾ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത. അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് അയാൾ ഒരുപാട് മറച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുകയും അയാൾക്ക് ഡീപ്പായിട്ട്, അതായത് മറ്റേ ഒരു റിലേഷനിൽ അയാൾ എന്തിനു വേണ്ടിയാണോ അയാൾ പോകുന്നത് അതിനോട്ടാണ് അയാൾക്ക് പോകാൻ കൂടുതൽ ആഗ്രഹവും ഒരു കണക്ഷനും തോന്നിയിട്ടുള്ളത്. അതിനുവേണ്ടി നിങ്ങളെ അയാൾ വേദനിപ്പിക്കും. അതുമൂലം നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടുകൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനും കുറച്ച് വിള്ളൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് തനിയെ തോന്നിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കാവില്ല എന്നൊക്കെ ഓർത്ത് അയാളുടെ ഉള്ളിൽ തോന്നി തുടങ്ങി. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ശരിയാവില്ല എന്നൊക്കെ ഓർത്തിട്ടാണ് അയാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിങ്ങൾ തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പേഴ്സൻ്റെ ജീവിതത്തിൽ നിങ്ങളെ കൂടാതെ വേറെ എന്തോ ഒരു കാര്യത്തിനോട് കൂടെ ആ ഒരു പേഴ്സൺ അട്രാക്റ്റഡ് ആയിരുന്നു. അപ്പം ആ ഒരു കാര്യം ഇതും കൂടെ അയാൾ ആദ്യ സമയങ്ങളിൽ, അതല്ല ആ ഒരു കാര്യത്തിനോടൊരു ആഗ്രഹം തോന്നിയ സമയത്ത് ആ ഒരു പേഴ്സൺ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന് രണ്ടിനെയും കൂടെ ബാലൻസ് ചെയ്ത് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അറിയാതിരിക്കാനൊക്കെ വേണ്ടിയായിരിക്കാം. അപ്പം അതുകൊണ്ട് അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സംഭവം അയാളുടെ ലൈഫിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം നിങ്ങളെയും ആ ഒരു അയാൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു മേ ബി പേഴ്സൺ ആയിരിക്കാം, അതല്ലെങ്കിൽ ജോലി ആയിരിക്കാം, വേറെ എന്തെങ്കിലും കള്ളത്തരങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത എന്തോ ഒരു കാര്യം അതിന് കൂടെ അയാൾ നിങ്ങളുടെ ഒപ്പം കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് അയാൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവത്തിന് വേണ്ടി. അങ്ങനെ നിങ്ങൾ തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നീട് അയാളുടെ റിലേഷൻഷിപ്പിലോട്ട് അയാൾക്ക് എന്താണോ ആഗ്രഹം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലോട്ട് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അയാൾ വിചാരിച്ച പോലെയൊന്നും ആയില്ല. അവിടെ ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് തോൽവികളൊക്കെ അയാൾ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു പേഴ്സൺ. അപ്പോൾ അയാൾക്ക് അതൊക്കെ കൊണ്ട് അയാൾക്ക് ഒരുപാട് സങ്കടങ്ങളും വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അയാൾ വിചാരിച്ച രീതിയിലൊന്നും ആരും അയാളെ കെയർ ചെയ്തില്ല, കണ്ടില്ല. അയാൾ വിചാരിച്ച പോലെയൊന്നും എല്ലാ കാര്യങ്ങളുണ്ടായിരുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലൊക്കെ